സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ. ഡൽഹി റൌസവനി കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചത്. സംഭവം നടന്ന 41 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ശിക്ഷാവിധി വന്നത്. ഡൽഹി സരസ്വതി വിഹാറിൽ 1984 നവംബർ 1 ജസ്വന്ത് സിംഗ്, മകൻ തരുൺദീപ് സിംഗ് എന്നിവരെ തീകൊളുത്തി കൊലപ്പെടുത്തുകയും വീട് കൊള്ളയടിക്കുകയും ചെയ്ത കേസിലാണ് കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 1985 സെപ്റ്റംബർ 9 സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അക്രമി സംഘത്തെ നയിച്ചത് സജ്ജൻ കുമാറാണെന്നായിരുന്നു പരാതിയിൽ. 1991 സജ്ജൻ കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. എന്നാൽ 3 വർഷത്തിനു ശേഷം തെളിവില്ലെന്ന കാരണത്താൽ കുറ്റപത്രം തള്ളി. 2015 കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 12 കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി കണ്ടെത്തി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്നും മതവിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസത്തെയും ഐക്യത്തെയും ബാധിക്കുന്ന സംഭവമായതിനാൽ വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ആവശ്യം പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ തള്ളിയെങ്കിലും സജ്ജൻ കുമാർ ചെയ്ത കുറ്റകൃത്യം ക്രൂരവും അപലപനീയവുമാണെന്ന് നിരീക്ഷിച്ചു. നിലവിൽ സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട തിഹാർ ജയിലിൽ കഴിയുകയാണ് സജ്ജൻ കുമാർ. 24 ഡൽഹി.